ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ ചട്ടിപ്പൊടി ഒരു മോര് കറിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനെയും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ മൺചട്ടി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ മോര് കറിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു സവോള, 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിൽ വാട്ടിയെടുക്കണം. ഒരുപാടാണ്ട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. കുറച്ച് മോരോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി. നമ്മുടെ ഉള്ളി ഇതാ ഒരുപാടാണ്ട് വാടി ഉടഞ്ഞു പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്നതാണ് മാങ്ങ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതാ നമ്മളൊന്ന് പൊടികളൊക്കെ പച്ചമുളക് മാറിയതിന് ശേഷം ഞാൻ ഒരു മാങ്ങ എടുത്ത്, മാങ്ങ ഒരുപാട് അളിഞ്ഞു പോകരുത് കേട്ടോ. അതായത് നല്ല കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്ന രൂപത്തിലുള്ള മാങ്ങ തന്നെ എടുക്കണം. ഒരുപാട് പഴുത്ത് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉടഞ്ഞു പോവില്ല, അങ്ങനത്തെ മാങ്ങ എടുക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഈ കറി കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ മാങ്ങ അങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടണം. നമ്മളിതിട്ട് കൊടുക്കുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകരുത്. ഞാൻ കുറച്ച് ചൂടാറിയ വെള്ളമാണ് കേട്ടോ, ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വരുന്ന വെയിറ്റ് ചെയ്യാം. നമ്മളെ മാങ്ങയുടെ പീസസ് ഉടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് ആ മാങ്ങ കടിക്കാൻ കിട്ടണം കേട്ടോ. നമ്മളൊന്ന് തളർന്നതിന് ശേഷം തുറന്നിട്ട് നമ്മളെ മാങ്ങ ഉടഞ്ഞു പോയിട്ടില്ല. ഞാനൊരു കപ്പ് തൈര് നല്ല ബീറ്റ് ചെയ്തിട്ട് കട്ടില്ലാതെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ആ ചൂടിൽ തന്നെ നമുക്ക് നിന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഫ്ലെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ പിരിയാതെ കറക്റ്റായി കിട്ടണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക. ഉപ്പും ആ ഒരു മധുരം കൂടി നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങ അതുപോലെ തന്നെ മാങ്ങ ഉടഞ്ഞു പോകാൻ പാടില്ല. ഉടഞ്ഞു പോവാതെ ഇതുപോലെ പീസസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് താളിച്ച് ഇടണം. വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കറിവേപ്പിലും വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ നമ്മൾ വറവ് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമൊക്കെ എടുക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.